നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു ഗാർഡൻ ബെഞ്ചാണിത്. അപ്പോൾ ഇതിന്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ താമസമില്ലാതെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് എന്തൊക്കെ തടിയാണ്, ഏതൊക്കെ അളവിലുള്ള തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏതൊക്കെ അളവിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണിത്. കാരണം ആർക്കെങ്കിലും ഇത് ചെയ്ത് നോക്കണം താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ മെയിനായിട്ട് പൈൻവുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ 4 കാല് അത്യാവശ്യം തിക്നെസ് ഉള്ള തടിയാണ് എടുത്തിരിക്കുന്നത്. അത് 1.25 ഇഞ്ച് കനം വരുന്ന 5.5 ഇഞ്ച് വീതിയുള്ള തടികളാണ് ഇതിൻ്റെ കാലിനായിട്ട് 4 പീസ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 4.5 ഇഞ്ച് വീതിയും 3/4 ഇഞ്ച് തിക്നെസ്സും വരുന്ന തടിയാണ് ബാക്കി ഈ ഭാഗത്തൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതൊരു 9 പീസാണ്. 1.25 ഇഞ്ച് ഗ്യാപ്പിൽ 9 പീസാണ് ഈ ഇരിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് 9 പീസ് ഈ ഗ്യാപ്പിൽ അടിച്ചിട്ട് ഇതുപോലെ തന്നെ ചാരും വെക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. കാണാനും കുറച്ചുകൂടി ഭംഗി അത് തന്നെയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു പീസ് 11 ഇഞ്ച് വീതിയുടെ ഒരൊറ്റ പീസായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തടി വേണ്ടി വന്നു. അപ്പോൾ ഇതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ വേറെ തടി എടുക്കാൻ പോയില്ല. അത് തന്നെ എടുത്താണ് ഈ ചാര് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിൽ തന്നെ ഈ 4.5 ഇഞ്ചിന്റെ പീസ് 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് ചാര് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ. ഞാനതപ്പോൾ ഇതുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എത്ര അളവിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ്. ആ ചാര് വരുന്ന ഭാഗത്തെ കാല് 32 ഇഞ്ച് ഹൈറ്റ് തറയിൽ നിന്ന്, ബാക്കി ഫ്രണ്ടിലെ 2 കാല് 18 ഇഞ്ച് ഹൈറ്റ്, പിന്നെ ടോട്ടൽ നീളം വരുന്നത് 52 ഇഞ്ച്, പിന്നെ ബെഞ്ചിൻ്റെ ഇരിക്കുന്ന ഭാഗത്തെ വീതി 20 ഇഞ്ചിൻ്റെ 9 പീസ് 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ കാല് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാല് കട്ട് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ ആ കനമുള്ള തിക്നെസ് കൂടിയ തടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 പീസ് കട്ട് ചെയ്യണം. അതിൽ 2 പീസ് ഫ്രണ്ടിൽ വെക്കാനുള്ള 18 ഇഞ്ച് കട്ട് ചെയ്യണം. ബാക്കിൽ വെക്കാനുള്ള 32 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പീസ് ചാരാനായിട്ടൊരു സ്ലോപ്പ് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ആ സ്ലോപ്പ് കിട്ടുന്ന വിധത്തിൽ അത് കട്ട് ചെയ്യാണ്. അതിനായിട്ട് നമ്മൾ ഫ്ലോറിൽ നിന്ന് 18 ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം മേളിൽ നിന്ന് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കി താഴത്തേക്ക് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ കറക്റ്റ് സ്ലോപ്പും കിട്ടും. പിന്നെ ഓരോ പീസും സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് അത് തമ്മിൽ ഫെവിക്കോളിൽ SH കൂടി വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് സ്ക്രൂ പോയാൽ കൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. പലരും എൻ്റെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ടേക്കുക. ഇനി അതുപോലെ ഫ്രണ്ടിലെയും ബാക്കിലെയും കാലുകൾ തമ്മിലും അത് 20 ഇഞ്ചിൻ്റെ തന്നെ പീസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മളൊരു 3/4 ഇഞ്ച് കനത്തിലുള്ള ഒരു പലക വെക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു 3/4 ഇഞ്ച് വിടണം, ബാക്കിലും 3/4 ഇഞ്ച് വിടണം. അപ്പോൾ ആ ഒരു പീസ് 4.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നീളത്തിൽ വട്ടം വെക്കാനായിട്ട് പറ്റും. എങ്കിലേ അത് സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. നമ്മൾ ഇരിക്കുന്ന സമയത്ത് തടി വള്ളലൊന്നും വരാതെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ വെക്കുന്ന പീസ് കണ്ട, ഫ്രണ്ടിൽ വെക്കുന്ന ഈ പീസ് കണ്ടില്ലേ, ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീസിന്റെ തിക്നെസ് ഫ്രണ്ടിൽ വിട്ടിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പീസ് ബാക്കിലും വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വീഡിയോ എടുത്തില്ല, കാരണം അത് ലാസ്റ്റ് ആണ് വെച്ചത്. ഫ്രണ്ടിൽ മാത്രമായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ഇരിക്കുന്ന സമയത്ത് ആ പീസ് ഇല്ലാത്ത ഭാഗം ചെറുതായിട്ട് വെയിറ്റ് വരുമ്പോൾ ഒന്ന് വളയുന്നുണ്ട്. അപ്പോൾ അത് സ്ട്രോങ് ആക്കാൻ ബാക്കിലും അതുപോലെ തന്നെ ഒരു പീസ് വെച്ചു. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും വന്നപ്പം നല്ല സ്ട്രോങ് ആയി. എത്ര വെയിറ്റ് വന്നാലും വളയത്തില്ല. ഇനി ചാരാനുള്ള പീസാണ്. അതും ഇതുപോലെ തന്നെ ഫെവിക്കോൾ വെച്ച് പശ തേച്ചതിന് ശേഷം ആണ് സ്ക്രൂ ചെയ്ത് വെക്കുന്നത്. അതും അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു പീസാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. SH വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്ക്രൂ അഴിച്ച് കളഞ്ഞാൽ പോലും അത് പോകത്തില്ല. ഞാൻ ഇതിനു മുമ്പും അത് പൊട്ടിച്ച് നോക്കിയിട്ടുള്ളതാണ്. കാരണം നല്ല സ്ട്രോങ് ആണത്. ഇപ്പോൾ നമ്മളെ ബെഞ്ചിന്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഔട്ട്ഡോർ വെക്കാനായിട്ട് ചെയ്തത് കൊണ്ട് ഇതിനി പോയിസനും പോളിഷും ഒക്കെ അടിക്കാനുണ്ട്. എങ്കിലാണ് അത് വെതർ പ്രൂഫായിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് ട്രീറ്റ്മെന്റ് കൂടി ചെയ്യാനുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറകെ ചെയ്യണം. ഇപ്പൊ തൽക്കാലം അത് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ
അതിൻ്റെ പുറത്ത് പോളിഷും പോയിസനും ഒക്കെ അടിച്ചിട്ടിട്ട് വേണം ഇനി പുറത്തേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.